CNW 24/7 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാനേജ്മെന്റ് ക്ലാസ്സിൽ രണ്ടാമത്തെ ചാപ്റ്റർ അവസാനത്തെ പോർഷൻ എത്തിയിരിക്കുകയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എല്ലാ വശങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫറെന്റ് കൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്തൊക്കെയാണ്, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തുമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും, അതിനെ കണക്കാക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റില് എന്തൊക്കെയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ അതിന്റെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് എക്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് പോർഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഏത് രീതിയിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ സമീപിക്കണം, നമുക്ക് എവിടെ നമ്മൾ പണം മുടക്കണം, ഒരു ബിസിനസ് സ്ഥാപനത്തിലെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ അപ്രോച്ച് മീൻസ് റിലേറ്റഡ് ടു ദ സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വാട്ട് ആർ ദ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. There are two sources of working capital. First one is long term source and second one is short term source. നമ്മളത് ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ ഇവിടെ നമുക്ക് അപ്രോച്ചസ് പഠിക്കുമ്പോൾ there are mainly three approaches are there. Then നമുക്ക് ഡീറ്റെയിൽസ് പറയാം. അതിന് നമുക്ക് നോക്കേണ്ടത് എവിടെ നിന്ന് നമ്മൾ ബിസിനസ് സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായ ഫണ്ട് കണ്ടെത്തും, അതനുസരിച്ചാണ് ആ ബിസിനസ് സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ലോങ് ടേം സോഴ്സ്. ലോങ് ടേം സോഴ്സ് നമുക്ക് ഓർമ്മിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഒന്നാമത്തത് ഷെയർ ക്യാപിറ്റൽ, രണ്ടാമത്തേത് ഡിബഞ്ചേഴ്സ്, then public deposits, then retained earnings, then loans and advances from bank. Okay, loans and advances from bank ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ലോങ് ടേം സോഴ്സിൽ വരുന്നത്. then വരുന്നത് ഷോർട്ട് ടേം സോഴ്സസ്. ഷോർട്ട് ടേം സോഴ്സിൽ വരുന്നത് ട്രേഡ് ക്രെഡിറ്റ്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ നമുക്ക് അപ്രോച്ചസ് പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അപ്രോച്ചസ് ഏതിൽ നമ്മൾ ഫണ്ട് മുടക്കുന്നു അതനുസരിച്ച് ആ സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് തീരുമാനിക്കുന്നത്. സോ നമുക്ക് അതിനാണ് പ്രാവശ്യം കൂടെ പറയുന്നത് ഷോർട്ട് ടേം സോഴ്സസ് നമുക്ക് ട്രേഡ് ക്രെഡിറ്റ്, ബാങ്ക് ക്രെഡിറ്റ്, then installment credit, customer advance, etc. Okay, പ്രധാനമായിട്ടും ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നത് നമുക്ക് ലോങ് ടേം സോഴ്സ് വഴി അല്ലെങ്കിൽ ഷോർട്ട് ടേം സോഴ്സ് വഴിയാണ്. നമുക്ക് അടുത്ത് പോകാം. അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രധാനമായിട്ടും നമുക്ക് മൂന്നെണ്ണമുണ്ട്. അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫസ്റ്റ് വൺ കൺസർവേറ്റീവ് അപ്രോച്ച്. പരമ്പരാഗത രീതി കൺസർവേറ്റീവ് അപ്രോച്ച്. എന്താണ് നമുക്ക് കൺസർവേറ്റീവ് അപ്രോച്ച് നോക്കാം. ഒരു ബിസിനസ് സ്ഥാപനത്തില് എസ്റ്റിമേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറണ്ട് അസറ്റ്സ്, നമുക്ക് എന്തുമാത്രം കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തുക, ആ തുക ഏത് സോഴ്സ് വഴി, ഇപ്പൊ ലോങ് ടേം സോഴ്സ് വഴിയാണ് നമ്മൾ ആവശ്യമുള്ള ഫിനാൻസ് കണ്ടെത്തുന്നതെങ്കിൽ കറണ്ട് അസറ്റിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിച്ച തുക, അതായത് വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായിട്ടുള്ള തുക നമുക്ക് ലോങ് ടേം സോഴ്സ് വഴിയാണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ ആ അപ്രോച്ചിനെ പറഞ്ഞ പേരാണ് കൺസർവേറ്റീവ് അപ്രോച്ച്. ഇവിടെ നമ്മൾ പറയുന്നത് കൂടുതൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഏതെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും ലോങ് ടേം സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഷെയർ ക്യാപിറ്റലിനോ ഡിബഞ്ചർ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടോ ദെൻ റിട്ടേൺഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നതെങ്കിൽ അതിനാവശ്യമുള്ള ഫണ്ട് നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് ലോങ് ടേം. ഓർമ്മിക്കുക വാക്ക്, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുള്ള ഫണ്ട് ഫിനാൻസ് ചെയ്യുന്നത് ലോങ് ടേം സോഴ്സിൽ നിന്നാണെങ്കിൽ ആ അപ്രോച്ചിനെ പറഞ്ഞ പേര് കൺസർവേറ്റീവ് അപ്രോച്ച്. ഇതിൽ പറഞ്ഞ പോയിന്റ്സ് പറഞ്ഞത് ഇങ്ങനെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക് ശേഷം വീണ്ടും മിച്ചം വരുന്നുണ്ടെങ്കിൽ
നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ലോങ് ടേം സോഴ്സ് വഴി വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി സമാഹരിച്ച തുകയും മിച്ചം വരുന്നെങ്കിൽ നമുക്ക് എവിടെ നിക്ഷേപിക്കാം? ഷോർട്ട് ടേം സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഇവയെ വിറ്റുകൊണ്ട് ഈ ഷോർട്ട് ടൈം സെക്യൂരിറ്റീസിൽ നിക്ഷേപിച്ച തുക വിറ്റുകൊണ്ട് നമുക്ക് ബിസിനസ് സ്ഥാപനത്തിന്റെ എമർജൻസി മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അഥവാ നമുക്ക് അങ്ങനെ മിച്ചം വരുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് ഓർമ്മിക്കേണ്ടത് ലോങ് ടൈം സോഴ്സ് വഴി മാത്രമല്ല നമുക്ക് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും മിച്ചം വന്ന് ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് നമുക്ക് നിക്ഷേപിക്കാൻ പണമില്ല എങ്കിൽ ആ അവസരത്തിൽ നമുക്ക് ഇനി എമർജൻസി വന്നാൽ വി ക്യാൻ ഗോ ഫോർ ഷോർട്ട് ടേം സോഴ്സസ്. നമുക്ക് എവിടെ പോകാനായിട്ട് സാധിക്കും? ഷോർട്ട് ടേം സോഴ്സ് വഴി നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താം. അപ്പൊ കൺസർവേറ്റീവ് അപ്രോച്ച് കൂടുതലും പ്രാധാന്യം അല്ലെങ്കിൽ ഊന്നൽ നൽകുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമുള്ള ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് കണ്ടെത്തേണ്ടത് ഏത് സോഴ്സ് നിന്നായിരിക്കണം? ലോങ് ടേം സോഴ്സ് എന്നാണെങ്കിൽ ആ അപ്രോച്ചിന് പറഞ്ഞ പേര് കൺസർവേറ്റീവ് അപ്രോച്ച്. നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത, നമുക്ക് ലിക്വിഡിറ്റി എപ്പോഴും ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതല്ല എമർജൻസി വരുമ്പോൾ നമ്മൾ എവിടെ തന്നെ പോകുന്നുണ്ട്? ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ കൺസർവേറ്റീവ് അപ്രോച്ച് പ്രകാരം നമുക്ക് ലിക്വിഡിറ്റി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. റിസ്ക് കുറവാണ്, കാരണം എളുപ്പത്തിൽ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമുള്ള പണം കണ്ടെത്തിയിരിക്കുന്നത് ഏതെന്നാണ്? ലോങ് ടേം സോഴ്സ് വഴി ആയതുകൊണ്ട് തന്നെ റിസ്ക് അധികമില്ല. അതിന്റെ മൂന്നാമത്തേത് പക്ഷെ ഒരു കുഴപ്പമുള്ളത് ഇതിന്റെ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് കൂടുതലായിരിക്കും. കാരണം നമുക്ക് ഷെയർ ക്യാപിറ്റൽ എന്ത് കൊടുക്കണം? ഡിവിഡന്റ് കൊടുക്കണം. ഡിബഞ്ചേഴ്സിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായി വരുന്നത്. പബ്ലിക് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ കൺസർവേറ്റീവ് അപ്രോച്ചിന് നമ്മൾ ലോങ് ടേം സോഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ചെലവ് എപ്പോഴും കൂടുതലായിരിക്കും. ഒന്നാമത്തെ അപ്രോച്ച് കൺസർവേറ്റീവ് അപ്രോച്ച്, the estimated investment in current asset should be financed from long term source. ലോങ് ടേം സോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമുള്ള ഫണ്ട് കണ്ടെത്തുന്നതെങ്കിൽ ആ അപ്രോച്ചിനെ പറഞ്ഞ പേര് കൺസർവേറ്റീവ് അപ്രോച്ച്. ഓക്കെ, രണ്ടാമത്തെ അപ്രോച്ച് പറയുന്നത് അഗ്രസീവ് അപ്രോച്ച്. രണ്ടാമത്തേത് അഗ്രസീവ് അപ്രോച്ച്, സാഹസിക രീതി എന്ന് നമുക്ക് പറയാം. എന്താണ് അഗ്രസീവ് അപ്രോച്ച്? ഇവിടെ ഒന്നാമത്തെ അപ്രോച്ച് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ലോങ് ടേം സോഴ്സ് ആയിരുന്നു. രണ്ടാമത്തെ അപ്രോച്ചിൽ പറഞ്ഞത് ഈ ബിസിനസ്സിലെ എസ്റ്റിമേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറന്റ് അസറ്റ്സ്, നമ്മൾ കറന്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക എവിടെ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്? ഷുഡ് ബി ഫിനാൻസ്ഡ് ഫ്രം ഷോർട്ട് ടേം സോഴ്സ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന് ആവശ്യമുള്ള തുക നമ്മൾ ഷോർട്ട് ടേം ഫണ്ടിൽ നിന്നാണ്, ഷോർട്ട് ടേം സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തുന്നതെങ്കിൽ ആ അപ്രോച്ചിനെ പറഞ്ഞ പേരാണ് അഗ്രസീവ് അപ്രോച്ച്. ഇതിന് റിസ്ക് കൂടുതലാണ്. കാരണം അവർ പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമല്ല, വേണമെങ്കിൽ ഫിക്സഡ് അസറ്റ്സിന് വേണമെങ്കിൽ എ പോർഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ക്യാൻ ബി ഫിനാൻസ്ഡ് ഫ്രം ഷോർട്ട് ടേം സോഴ്സ് എന്നാണ് അവർ പറയുന്നത്, ഈ അപ്രോച്ചിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് മാത്രമല്ല, വേണമെങ്കിൽ ഫിക്സഡ് അസറ്റ്സിന് ആവശ്യമുള്ള തുകയെ നമ്മൾ ഷോർട്ട് ടേം സോഴ്സ് വഴി കണ്ടെത്തുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ട്രേഡ് ക്രെഡിറ്റ് വഴിയോ ബാങ്ക് ക്രെഡിറ്റ് വഴിയോ ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ് വഴിയോ കസ്റ്റമർ അഡ്വാൻസ് വഴിയോ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, കൂടുതൽ ഊന്നൽ നമ്മൾ ഷോർട്ട് ടേം ഫിനാൻസിനാണ് നൽകുന്നതെങ്കിൽ ആ അപ്രോച്ചിന് പറഞ്ഞ പേരാണ് അഗ്രസീവ് അപ്രോച്ച്. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് തന്നെയാണ് ഈ അപ്രോച്ച്. റിസ്കിയാണ്, നമുക്ക് ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും റിസ്കിയാണ്. അതിന്റെ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് പക്ഷെ കുറവാണ്, കാരണം അതിലധികം ചെലവ് വരുന്നില്ല. നമുക്ക് നോക്കിക്കാം, രണ്ടിന്റെ വ്യത്യാസം പഠിക്കുക. കൺസർവേറ്റീവ് അപ്രോച്ച് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന് ആവശ്യമുള്ള ഫണ്ട് എടുക്കുന്നത് ലോങ് ടേം സോഴ്സ് എന്നാണ്. അഗ്രസീവ് അപ്രോച്ച് ആണെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ഷോർട്ട് ടേം സോഴ്സ് വഴിയാണെങ്കിൽ ആ അപ്രോച്ച് ആണ് അഗ്രസീവ് അപ്രോച്ച്. മനസ്സിലായി? ഇവിടെ നമ്മൾ ഇവിടെ അഗ്രസീവ് അപ്രോച്ചിന്റെ പ്രത്യേകത മുതൽ നമ്മള് ബിസിനസ് സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് മാത്രമല്ല, വേണമെങ്കിൽ ഫിക്സഡ് അസറ്റ്സും നമുക്ക് ഷോർട്ട് ടേം സോഴ്സ് വഴി കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നാ പറയുന്നത്. അപ്പോഴേ നമുക്ക് ഓർമ്മിക്കാം അതൊരു റിസ്ക് ഫാക്ടർ ആണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഇത് ഷോർട്ട് ടേം ആണ്, പെട്ടെന്ന് തന്നെ ചിലപ്പോൾ തിരികെ കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. അത് റിസ്ക് മാത്രമാണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചെലവ്, കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് കുറവായിരിക്കും. മൂന്നാമത്തെ അപ്രോച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചറിയാതെ മാച്ചിങ് അപ്രോച്ച് അല്ലെങ്കിൽ ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറയുന്നത്.
മാച്ചിങ് അപ്രോച്ച് അല്ലെങ്കിൽ ഹെഡ്ജിങ്. ഇപ്പം രണ്ട് അപ്രോച്ച്, കൺസർവേറ്റീവ് അപ്രോച്ച് ആൻഡ് അഗ്രസീവ് അപ്രോച്ച്. മൂന്നാമത്തെ അപ്രോച്ച് പറയുന്നത് മാച്ചിങ് അപ്രോച്ച് അല്ലെങ്കിൽ ഹെഡ്ജിങ് അപ്രോച്ച്. എന്താണ് മാച്ചിങ് അല്ലെങ്കിൽ ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറയുന്നത്? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഓൺ ദ ബേസിസ് ഓഫ് പീരിയഡ് there are two types of working capital, permanent working capital and temporary working capital. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമുള്ള ഫിനാൻസ് കണ്ടെത്തേണ്ടത് ലോങ് ടേം സോഴ്സ് ആയിരിക്കണം. ലോങ് ടേം സോഴ്സ് ആയ ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, ആ അപ്രോച്ച്, അതായത് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമുള്ള ഫിനാൻസ് നമ്മൾ ലോങ് ടേം സോഴ്സ് വഴിയും, ടെമ്പററി അല്ലെങ്കിൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമുള്ള ഫിനാൻസ് നമ്മൾ ഷോർട്ട് ടേം സോഴ്സ് വഴിയാണ് കണ്ടെത്തുന്നതെങ്കിൽ ആ അപ്രോച്ചിനെ പറഞ്ഞ പേരാണ് മാച്ചിങ് അല്ലെങ്കിൽ ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. മാറിപ്പോയത്. ഒന്നാമത്തത് കൺസർവേറ്റീവ് അപ്രോച്ച് ആണെങ്കിൽ എസ്റ്റിമേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് എവിടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അസറ്റിന് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന് ആവശ്യമുള്ള ഫണ്ട് മുഴുവൻ നമ്മൾ ലോങ് ടേം സോഴ്സ് വഴിയും. ദെൻ അഗ്രസീവ് അപ്രോച്ചിൽ പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന് ആവശ്യമുള്ള ഫണ്ട് നമ്മൾ ഷോർട്ട് ടേം സോഴ്സ് വഴിയും. അതല്ല മാച്ചിങ് അപ്രോച്ച്, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ ലോങ് ടേം സോഴ്സ് വഴിയും. ദെൻ ടെമ്പററി അല്ലെങ്കിൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ ഷോർട്ട് ടേം സോഴ്സ് വഴിയാണ് കണ്ടെത്തുന്നതെങ്കിൽ ആ അപ്രോച്ചിന് പറഞ്ഞ പേര് മാച്ചിങ് അല്ലെങ്കിൽ ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറഞ്ഞു. ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും വർക്കിംഗ് ക്യാപിറ്റലിന്റെ അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരു അപ്രോച്ച് കൂടെ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിരുന്നത് ഞാൻ ഏറ്റവും പുതിയ രീതി എന്നാ പറഞ്ഞത് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച്. നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ അത് കാണാം. നമ്മുടെ റെഫറൻസ് ബുക്കിലൊന്നും ഇല്ലെങ്കിലും ചില ടെക്സ്റ്റിൽ കാണുന്നുണ്ട്. ഏറ്റവും പുതിയൊരു അപ്രോച്ച് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് എന്ന് പറയുന്നത് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച്. ഈ സീറോയിൽ തന്നെ ഉണ്ട് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ NWC ഓർമ്മിച്ച് പറഞ്ഞേ. NWC is equal to current assets minus current liability. അവിടെ നമ്മൾ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലും നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലും ഒക്കെ പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞത് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് അവിടെ നമുക്ക് എന്താണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും എപ്പോഴും തുല്യമായിരിക്കണം. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ കറണ്ട് ലയബിലിറ്റീസ് എപ്പോഴും ഏതിന് തുല്യമായിരിക്കണം? ആ ബിസിനസ് സ്ഥാപനത്തിന്റെ കറണ്ട് അസറ്റിന് എന്താണ് ഷോർട്ട് ടേം അസറ്റിന് തുല്യമായി ഇരിക്കണം. അവിടെ നമുക്ക് എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? സീറോ. കാരണം കറണ്ട് അസറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ വിത്ത് കറണ്ട് ലയബിലിറ്റീസ്. ആ ഒരു അപ്രോച്ച് കൂടെ നമ്മൾ ഓർമ്മിച്ചിരിക്കുക, സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ചും. ഈ നാലെണ്ണമാണ് പ്രധാനമായിട്ടും. നാലെണ്ണം നമുക്ക് പഠിക്കേണ്ടത് മൂന്നെണ്ണമാണ്. ഇത് ഞാൻ കണ്ടതുകൊണ്ടെന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. നമുക്ക് ഉണ്ട് അപ്രോച്ചസ് കൺസർവേറ്റീവ് അപ്രോച്ച്, ലോങ് ടേം സോഴ്സ്. ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമുക്ക് അപ്രോച്ചസ് പ്രധാനമായിട്ട് നാലെണ്ണം. കൺസർവേറ്റീവ് അപ്രോച്ച്, രണ്ടാമത്തേത് അഗ്രസീവ് അല്ലെങ്കിൽ സാഹസികം, ഏറ്റവും റിസ്കി ആണ്. കാരണം ബിസിനസ് സ്ഥാപനത്തിലെ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായ ഫണ്ട് നമ്മൾ എവിടെ നിന്ന് മാത്രം കണ്ടുപിടിക്കുന്നത്? ഷോർട്ട് ടേം ഫിനാൻസിൽ നിന്ന്. ഏറ്റവും റിസ്കി ആയ ഒരു ഭാഗമാണ് അത്തരം രീതിയിലുള്ള ഫിനാൻസിങ്. ദെൻ മൂന്നാമത്തേത് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ടെമ്പററി, അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ ലോങ് ടേം സോഴ്സ് വഴി ഷോർട്ട് ടേം സോഴ്സ് വഴി കണ്ടെത്തുന്നു. ലാസ്റ്റ് വൺ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ കറണ്ട് അസറ്റ് എപ്പോഴും അതിന് തുല്യമായിരിക്കുന്നു, കറണ്ട് ലയബിലിറ്റീസിന് തുല്യമായിരിക്കുന്നു. അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഈ പാഠം ഏകദേശം ഒരു 6-7 ക്ലാസ് എടുത്തെന്ന് തോന്നണം. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? നമുക്ക് അതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന പാഠത്തിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്നുള്ളത് കൃത്യമായി പഠിക്കുക. വീട്ടിൽ നമുക്ക് ഒത്തിരി സമയമുണ്ട്. ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ട് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പോ ഏതാണ് വിഷയം ഏതെങ്കിലും പോയിട്ട് നല്ല മാർക്ക് വാങ്ങിയവർക്ക് അഭിനന്ദനങ്ങൾ. നന്നായിട്ട് പഠിക്കുക. ദെൻ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന പാഠത്തിൽ നമ്മൾ ആദ്യം പഠിച്ചത് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത്. ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. കുറെ ഫിക്സഡ് അസറ്റ്സ് ഒന്നും മാത്രം നമുക്ക് ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ ഫിക്സഡ് അസറ്റ്സ് ഓപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ, പരമാവധി അവയെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമുക്ക് എന്തുകൂടി വേണ്ടി വരുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ കൂടി വേണ്ടി വരുന്നു. അപ്പൊ
അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ എമൗണ്ട് റിക്വയർഡ് അല്ലെങ്കിൽ ഫണ്ട് റിക്വയർഡ് ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്. ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യത്തിന് പ്രവർത്തന മൂലധനം ഉണ്ടെങ്കിൽ അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് നമ്മളൊരു 7-8 പോയിന്റ് പറഞ്ഞു. അടുത്ത നമ്മൾ പറഞ്ഞത് കൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആശയങ്ങൾ 2 ഒന്നാമത്തേത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് രണ്ടാമത്തേത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ നമ്മൾ ടൈപ്സിൽ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ടൈമിൽ നമ്മൾ 2 പറഞ്ഞു. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു. അടുത്ത നമ്മൾ പറഞ്ഞത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കറന്റ് അസറ്റിൽ നിക്ഷേപിച്ച തുക തിരിച്ചു വീണ്ടും ക്യാഷായി മാറുന്ന കാലയളവാണ് ഓപ്പറേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. അടുത്ത നമ്മൾ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്തുമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വേണ്ടി വരും, അതിന്റെ ഘടകങ്ങൾ നമ്മൾ ഒരു 10-12 പോയിന്റോളം പറഞ്ഞു. നേച്ചർ ഓഫ് ബിസിനസ്, സൈസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ കുറെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ നമ്മൾ പഠിച്ചത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നാൽ എന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് പ്രാധാന്യം എന്തൊക്കെയാണ്, അവയുടെ ഫങ്ഷൻസ് 2 എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഡിറ്റർമിനേഷൻ ഓഫ് സോഴ്സസ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത 2 അവസ്ഥകൾ, ദാറ്റ് ഈസ് ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് എക്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അവയുടെ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അത് നമ്മൾ 4 പറഞ്ഞു. ഒന്നാമത്തേത് കൺസർവേറ്റീവ്, ലോങ് ടേം സോഴ്സിന് പ്രാധാന്യം. ദെൻ അഗ്രസീവ്, ഷോർട്ട് ടേം സോഴ്സിന് പ്രാധാന്യം കൊടുത്തുള്ളത്. മൂന്നാമത്തേത് നമുക്ക് മാച്ചിങ് അല്ലെങ്കിൽ ഹെഡ്ജിങ് അപ്രോച്ച് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ലോങ് ടേം സോഴ്സിൽ നിന്നും, ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഷോർട്ട് ടേം സോഴ്സിൽ നിന്നും. ദെൻ അടുത്ത് നമ്മൾ പറഞ്ഞത് ഒരു സീറോ വർക്കിംഗ് ക്യാപിറ്റൽ. അത് കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റീസ് എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നന്നായി പഠിക്കുക. പിന്നെ നമുക്ക് ഇതിന്ന് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന് എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ് കാൽക്കുലേറ്റ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനം കറന്റ് അസറ്റിന്മേൽ നിക്ഷേപിച്ചിരിക്കുന്ന തുക, ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. അത് നമ്മൾ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരിക്കലും ഫിക്സഡ് അസറ്റ്സോ ലോങ് ടേം ലയബിലിറ്റീസോ ഉൾപ്പെടുത്താൻ പാടില്ല. ദെൻ ചോദിക്കുന്നത് കുറെ ഐറ്റംസ് തന്നിട്ട് പറയും. ഇവയെ നമ്മൾ കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റി ആയിട്ട് തരംതിരിക്കാനായിട്ട് പറയും. അത് നമ്മൾ കൃത്യമായിട്ട് കറന്റ് അസറ്റ് ഞാൻ കമ്പോണൻസ് പഠിപ്പിച്ചപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പഠിച്ചിട്ട് കറന്റ് അസറ്റ്സും കറന്റ് ലയബിലിറ്റീസും ഓർമ്മിക്കുക. പിന്നെ ചോദിക്കുന്ന എസ്ഐക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ്. ബിസിനസ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ എന്തുമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ആ നേച്ചർ ഓഫ് ബിസിനസ് ഒക്കെ വന്ന ഒരു 12-13 പോയിന്റ്സ് ഉണ്ട്. അവ പഠിച്ചു വെച്ചിരിക്കുക. അത് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത് നമുക്ക് ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലും എക്സസ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. എല്ലാ പോയിന്റ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാ പോർഷൻസും നന്നായിട്ട് പഠിക്കുക. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് കാണുന്നതിൽ നന്ദിയുണ്ട്. ഇഷ്ടമാണെങ്കിൽ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CNW24/7 എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ദെൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും.